10-11 തവണ കോൺഗ്രസ് അധികാരത്തിലിരുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ. നിങ്ങളുടെ 2 തവണ പൂർത്തിയാക്കി മൂന്നാം ഊഴത്തിന് ഒരുങ്ങുകയും ചെയ്യുന്നു. 303-ൽ നിന്ന് 350-ലേക്ക് സ്വന്തം സീറ്റുകൾ. മിഷൻ 400 നിങ്ങൾക്ക് NDAയ്ക്ക്, അതായത് ആകെയുള്ള 10-90 സീറ്റുകൾ കൂടി കവർന്നെടുത്തുകൊണ്ടുള്ളൊരു വമ്പൻ വിജയം എന്നുള്ളതാണ് നിങ്ങൾ ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യാനുള്ള ആഹ്വാനമായി മുന്നോട്ട് വെക്കുന്നത്. 10 വർഷം എന്ന് പറയുന്നത് ഒരു വലിയ കാലയളവാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ പലപ്പോഴും അധികാരത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിന്നിട്ടുള്ള ആളുകൾ 2 തവണ പൂർത്തിയാകുമ്പോൾ കടപുഴകി വീണിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിക്കൊക്കെ അന്ന് ഇന്റലിജൻസ് നൽകിയ റിപ്പോർട്ട് പോലും ഏതാണ്ട് 350 സീറ്റുകൾ എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായിരുന്നു അവർ ഏറ്റുവാങ്ങിയ തിരിച്ചടി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വിധിയെടുത്ത്, തീർത്തും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ വിധിയെടുത്ത് ഇന്ത്യൻ ജനാധിപത്യം നൽകില്ല എന്ന ആത്മവിശ്വാസം എവിടെ നിന്നാണ്? മധു, 272 2014 272 പ്ലസ് പറയുമ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങളിലും ഇന്ത്യൻ രാഷ്ട്രീയ നിരീക്ഷകന്മാർക്കും താങ്കൾ ഈ പറഞ്ഞവർക്കും ഒന്നും വിശ്വസനീയമായിരുന്നില്ല. 300+ പറയുമ്പോഴും നമുക്ക് സ്വീകാര്യമായിരുന്നില്ല. ഇപ്പോൾ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. അതിനു മുമ്പ് എൻ്റെ സുഹൃത്തിനോട് 1-2 ചോദ്യം അരുൺകുമാറിനോട്. സാർ, കൂടെ വരുന്നവരെ മത്സരിപ്പിക്കുന്ന വലിയ പാതകമാണെങ്കിൽ TK ഹംസ എങ്ങനെയാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥിയായത്? അദ്ദേഹത്തിന് എന്ത് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമായിരുന്നു? ഇന്ന് നിങ്ങൾക്കടുത്ത് കിട്ടാൻ ആളില്ല സാർ. കാരണം നിങ്ങളുടെ തനി സ്വഭാവം ആൾക്ക് മനസ്സിലായി. രണ്ടാമത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇലക്ട്രൽ ബോണ്ടാണോ? നിങ്ങളിപ്പോൾ കണക്ക് പറഞ്ഞല്ലോ. എൻ്റെ നാട്ടിലേക്കൊന്ന് വരുമോ? ഒരു ബ്രാഞ്ച് സെക്രട്ടറി അരുണേ, ഒരു പഞ്ചായത്തിൽ എത്ര ബ്രാഞ്ച് ഉണ്ടാകും? ബാലുശ്ശേരിയിലെ മങ്കയത്തെ ബ്രാഞ്ച് സെക്രട്ടറി പാറ മുതലാളിയോട് ചോദിച്ചത് 2 കോടി. അതിൻ്റെ ഫോൺ റെക്കോർഡ് പുറത്ത് വന്നപ്പോൾ ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഇപ്പം നിങ്ങൾ കണക്ക് പുറത്തു വിട്ടു. യെച്ചൂരി ഒരു കണക്ക് കൊടുത്തിട്ടുണ്ട് അരുണേ, ഇലക്ഷൻ കമ്മീഷന്. 95 പേരിൽ കേരളത്തിൽ വാങ്ങിയത് 33 പാറ മുതലാളിമാർ. മുത്തൂറ്റിൻ്റെ നീല ആരുടേതാണ് അരുൺകുമാർ? അസ്വസ്ഥനാവല്ല, കേൾക്ക്, എന്നിട്ട് ഉത്തരം പറ. എങ്ങനെ കേരളത്തിലെ മുതലാളിമാർ ആരെയാണ്? എത്ര ഗ്രാനൈറ്റ് മുതലാളിമാർ? കണക്ക് വന്നതാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി താങ്കൾ അടുത്തത് പറഞ്ഞു, ആദ്യം പ്രവചിച്ചാൽ ജയിക്കുമെന്ന്. തൃക്കാക്കരയിൽ ആദ്യം പ്രവചിച്ചത് ആരെയാണ് എന്ന് ഞാൻ പറയണ്ടല്ലോ. അത് പ്രവചിച്ചയാളത് പ്രവചിപ്പിക്കപ്പെടാൻ കളിച്ച കളിയും ഞാൻ പറയണ്ടല്ലോ. തൃക്കാക്കരയിൽ ആദ്യം പ്രവചിച്ചവനാണോ അവിടെ ജയിച്ചത്? അപ്പോൾ ആദ്യം പ്രവചിച്ചു എന്നുള്ളത് കൊണ്ടും ആദ്യം പ്രഖ്യാപിച്ചു എന്നുള്ളത് കൊണ്ടും വിജയത്തിൻ്റെ അടിസ്ഥാനമാണ് എന്ന് വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അതുമാത്രമല്ല, പിന്നെ സുപ്രീം കോടതിയുടെ കാര്യം പറഞ്ഞു. അല്ല, സുപ്രീം കോടതി വിധി പറഞ്ഞിട്ടുണ്ടോ? അടുത്ത കൊല്ലത്തെ കടത്തിൽ നിന്ന് ഞങ്ങൾക്കൊന്ന് മുൻകൂർ തരാമോ? ഇന്ന് പുറത്തു വന്നു, സോഷ്യൽ മീഡിയയിൽ വളരെ കൃത്യമായിട്ട് വന്നു. കേരളത്തിലെ മാപ്രകളും നിങ്ങളുടെ ആളുകളും കപിൽ സിബലും ഒളിച്ചു വെച്ച കേന്ദ്രത്തിൻ്റെ രേഖകൾ എൻ്റെ സുഹൃത്തിൻ്റെ നമ്പർ എൻ്റെ കയ്യിൽ തന്നാൽ ഞാൻ അയച്ചു തരാം. ആ രേഖ എന്താണ് നിങ്ങൾ ആവശ്യപ്പെട്ടത്? 58,000 കോടി തുടങ്ങി ഇപ്പം ചോദിക്കുന്നത് എന്താ? ഞങ്ങൾക്ക് കടമ വാങ്ങാൻ സമ്മതിച്ചാൽ മതി. സർ, ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്തുകൊണ്ടാണ്? എന്തേ തമിഴ്നാട് ഇത് ചോദിക്കുന്നില്ല? എന്തേ കർണാടക ഇതല്ലല്ലോ പറയുന്നത്? എന്തേ പഞ്ചാബ് ഇങ്ങനെയല്ലല്ലോ? സ്വന്തം കെടുകാര്യസ്ഥത കൊണ്ട് നിങ്ങൾ നട്ടം പിരിയുമ്പോൾ കുറച്ച് കാലങ്ങൾ നാട്ടിലെ പാവപ്പെട്ടവരൊക്കെ പറ്റിച്ചു അരുൺകുമാറെ. നിങ്ങൾ വലിയ എന്തോ ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്ന് ആളുകൾക്ക് മനസ്സിലായി, ഒരാളുടെ ഒരു കുടുംബത്തിൻ്റെ സർവാധിപത്യത്തിനു വേണ്ടി കളിക്കുന്ന കളി അർഹതപ്പെട്ടവർക്കില്ല. ഇപ്പം അത് ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം അറിയാല്ലാത്ത എന്തുകൊണ്ടാണെന്നറിയോ? പാവം ശൈലജ ടീച്ചറുടെ പ്രകടനം എന്താകും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഇനി അഥവാ തോറ്റാലും ജയിച്ചാലും കേരളത്തിൽ ഉപദ്രവമില്ലാതിരിക്കണം. അത് മറ്റു ചില അജണ്ടകളുണ്ട്, ഞാൻ അതൊക്കെ നിങ്ങൾ വിശദീകരിക്കുക. ഞാൻ ഈ രാഷ്ട്രീയ വിശകലനത്തിൽ അമിതമായ അവകാശവാദങ്ങളില്ല. മാധു ചോദിച്ച ചോദ്യം ഞാൻ പറയുന്നു, ഞങ്ങളുടെ ആത്മവിശ്വാസം ഇന്ത്യൻ ജനാധിപത്യത്തിലാണ്. നോക്കൂ, ഇന്ദിരാഗാന്ധിയുടെ പരാജയം ഉണ്ടായിട്ടുണ്ട്, വമ്പന്മാർ തലകുഴി വീണിട്ടുണ്ട്. അതൊക്കെ അവർ വരുത്തി വെച്ച പ്രവർത്തനം കൊണ്ടായിരുന്നു. മറിച്ച് മോഡി അഴിമതി അദ്ദേഹം കുച്ചുവലം കിട്ടു. രാജ്യത്തിൻ്റെ സാമ്പത്തിക നില ലോകത്തിൻ്റെ മുൻപന്തിയിലെത്തിച്ചു. പാവപ്പെട്ടവൻ്റെ വീടുകൾ അരി എത്തിച്ചു, കുടിവെള്ളം എത്തിച്ചു, ആരോഗ്യത്തിന് പദ്ധതികൾ കൊടുത്തു, കിസാൻ സമ്മാൻ നിധി 6,000 രൂപ വീതം കീശയിലിട്ട് കൊടുത്തു. രാജ്യത്ത് ഏറ്റവും വലിയ വികസന പ്രവർത്തനം തുടക്കം കുറിച്ചു. അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് അവനവൻ വരുത്തി വെച്ചതാണ് എന്നൊരു വിചാരം മുൻ ഭരണാധികാരിമാർക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. അവരെല്ലാവരും ഞങ്ങളുടെ വഴി അതേപോലെ വിജയത്തിലേക്കുള്ളതാണ് എന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. ഇതേ വികസനത്തിന്റെ അവകാശവാദങ്ങളൊക്കെ അന്ന് അവർക്കും ഉണ്ടായിരുന്നു. ഇല്ല എന്ന് പറയാൻ കഴിയുമോ? ജൂൺ 4-ാം തീയതി വരെ നമുക്ക് ഇങ്ങനെ വിശ്വസിക്കാം. മാധു പറയുന്ന മാതിരി ജൂൺ 4-ാം തീയതി വരെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. അല്ല, ഞാൻ പറഞ്ഞ മാതിരി അല്ല. ഞാൻ പറഞ്ഞ മാതിരി എന്ന് പറഞ്ഞാൽ ഇതിന്റെ വിജയത്തിൽ എനിക്കൊരു പങ്കില്ലാത്തതാണ് ഒരു വോട്ടിനപ്പുറം. ശ്രീ ജയന്ദ്രൻ മാസ്റ്റർ, ഞാൻ ചോദിക്കുന്നത്, ഈ 10 വർഷം എന്ന് പറയുന്ന ഒരു വലിയ കാലയളവിന് ശേഷം ജനം മാറി ചിന്തിക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരാനുള്ള ആത്മവിശ്വാസത്തിന്റെ ഘടകങ്ങളെ പറ്റിയുള്ള ചോദ്യമാണ്. അല്ലാതെ എനിക്കെന്ത് താല്പര്യം ഇതിൽ?
മോദി ഗവൺമെന്റ് ജനങ്ങൾക്കൊപ്പമാണ്. ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെ ജനം തിരിച്ച് സഹായിക്കും. രാജ്യത്തിന്റെ പൊതു ഖജനാവിൽ നിന്നും 5 നയാ പൈസ കട്ടെടുത്തിട്ടില്ല. രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വെട്ടുവീഴ്ച നടത്തിയിട്ടില്ല. രാജ്യത്തിന്റെ യശസ് ഉയർത്താൻ വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. കുടുംബത്തിന്റെ അക്കൗണ്ടിലേക്ക് പണം വിട്ടിട്ടില്ല. സ്വന്തം താല്പര്യം മക്കൾക്ക് വേണ്ടിയുള്ള വിദേശത്ത് ചികിത്സയ്ക്ക് കൊണ്ടുപോയിട്ടില്ല. സ്വന്തം കുടുംബത്തിന്റെ വീട്ടിലെ തൊഴുത്ത് നിർമ്മിച്ചിട്ടില്ല. സ്വന്തം വീട്ടിൽ ലിഫ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. സ്വന്തം ഖജനാവിൽ നിന്നും പാവപ്പെട്ടവനെ ക്ഷേമ പെൻഷൻ എടുത്ത് ഊര് ചുറ്റിയിട്ടില്ല. അതെടുത്ത് നീന്തൽക്കുളം ഉണ്ടാക്കിയിട്ടില്ല. ഇത് ജനം കാണും. ഇതൊക്കെ ചെയ്യുന്നവരെ വീണ്ടുമാണോ ജനം അംഗീകരിക്കുമെന്ന് വിശ്വസിക്കാൻ മാത്രം മൂഢന്മാരാണോ കേരളത്തിലുള്ളവർ? അതല്ല എന്നുള്ള ആത്മവിശ്വാസമാണ് നമുക്കുള്ളത്.